ചുൽബുൾ, ആ കരിക്കൊക്കെ എവിടെയാ പോയത്? ഞാനിവിടെ ചാറ്റ് തിന്നാൻ വന്നതാ. വീർ അവിടെ തനിച്ച് കരിക്കളുടെ കൂടെ ഫൈറ്റ് ചെയ്യാം. വേഗം എന്റെ കൂടെ വാ. ഇത്തവണ നമ്മുടെ ശത്രുവിനെ വിടരുത്, മനസ്സിലായല്ലോ? ഇമിലി, നീ മാറിക്ക്, അല്ലെങ്കിൽ നിനക്ക് എന്തെങ്കിലും പറ്റും. ഞാൻ മാറിയേക്കാം, പക്ഷെ ഒരു കാര്യം നീ നല്ലോണം ഓർക്കണം. ഈ കരിക്കുകളെല്ലാം ഇപ്പൊ മനുഷ്യരെ പോലെയാണ് ബിഹേവ് ചെയ്യുന്നത്. കൊണ്ട് വരുന്നതിന് മുന്നേ നീ പ്രശ്നം തീർക്കണം. നീ ഞാൻ പറയുന്നില്ല ചെയ്യേ. ഞാൻ പറയുന്നത് കേക്ക്. കൂട്ടുകാരെ, ഇവന്മാര് നമ്മുടെ രൂപം ധരിച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയാ ഇവന്മാരെ അറ്റാക്ക് ചെയ്യുന്നത്? അറ്റാക്ക്! സ്റ്റോപ്പ്! നിക്കവിടെ, കൈകെട്ടി നിക്ക്. ലോകത്തിലെ എല്ലാ കരിക്കിന്റെയും ലീഡറാണിവൻ. നിങ്ങൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് നിങ്ങളെ കാണാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അനുസരണക്കേട് കാണിച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ശിക്ഷ കിട്ടുന്നതായിരിക്കും. മര്യാദയ്ക്ക് തിരിച്ചു വയ്ക്കോ. ഇന്ന് നിങ്ങൾ ജയിച്ചിരിക്കുന്നു. എല്ലാരും അവരവരുടെ സ്ഥലത്തേക്ക് തിരിച്ചു പോകും. എല്ലാരും ചെന്ന് റെസ്റ്റ് എടുക്ക്. പ്രജകളെല്ലാവരും റെസ്റ്റ് എടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അവരെല്ലാവരും ഇപ്പൊ തിരിച്ചു പോകാൻ തയ്യാറാണ്. അവരെ അവരുടെ വീട്ടിലേക്ക് അയച്ചേക്ക്. ഓക്കേ. അകിടം പകിടം ആലം പാലം ഇക്കിടം തിക്കിടം ദം ദമാദം. ഇംലി, താങ്ക്സ്. നീ ഒരു നല്ല ഐഡിയ പറഞ്ഞു തന്നത്. ചുൽബുൾ, നിനക്കിനി കരിക്കൻ വെള്ളം കുടിക്കണമെങ്കിലേ കടയിൽ പോയി ചെന്നങ്ങ് വാങ്ങിച്ചു കുടിച്ചാ മതി. മനസ്സിലായോ? ഇതേപോലെ എന്തെങ്കിലും മണ്ടത്തരമൊക്കെ കാണിച്ച് കുടുങ്ങി പോവരുത്. ഇല്ല, ഒരിക്കലും ചെയ്യില്ല. കരിക്കൻ വെള്ളം കുടിക്കാൻ ആഗ്രഹിച്ച് ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടു. ഈ കൊച്ചു പെണ്ണ ആള് കൊള്ളാമല്ലോ. അവളെന്നെ തള്ളി വീഴിക്കാൻ ശ്രമിച്ചു അല്ലേ? നിന്നെ ഞാൻ വെറുതെ വിടില്ല. ഞാൻ ആരാണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ എമിലി? ഇല്ല വീർ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. വീർ, എന്നെ രക്ഷിക്കൂ. ഞാനിപ്പോ താഴേക്ക് പോകും. സോറി, എന്റെ ബോസ് പറഞ്ഞിട്ടാ ഞാൻ ഇങ്ങനൊക്കെ ചെയ്തത്. ഞാൻ നിനക്ക് വേണ്ടി കേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് വീർ. പ്ലീസ് എന്നെ രക്ഷിക്കൂ. എന്നെ ഒന്ന് രക്ഷിക്കൂ വീർ. താങ്ക് യു വീർ. നീ നല്ലവനാണ് വീർ. ബോസ് അറിയാതെ നിനക്ക് ഞാനൊരു സ്പെഷ്യൽ കേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ദാ കണ്ടില്ലേ? എങ്ങനെയുണ്ട്? Drilling suit on. Drilling suit on. അല്ല, ഞാനിവിടെ എന്ത് ചെയ്യാ?
വീർ വീർ, ആ 10 തലയുള്ള റോബോട്ട് എങ്ങോട്ടാ പോയത്? താങ്ക് യു റോബോ ബോയ്. നീ ആ 10 തലകളുള്ള റോബോട്ടിനെ ഓടിച്ചു വിട്ടില്ലേ? പിന്നെ ചിണ്ടു, എനിക്ക് നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിനക്ക് 10 തലയുള്ളത് അവരെല്ലാം കണ്ടിട്ടുണ്ട്. അവര് മറന്നു പോകുന്ന വിധം എന്തെങ്കിലും ഒന്ന് ചെയ്യ്. മിസ്റ്റർ ചഡ്ഡ, നിങ്ങൾ ചിണ്ടുവിനോട് എന്തോ ചോദിച്ചുകൊണ്ടിരുന്നതല്ലേ? ഏയ് ഒന്നുമില്ല, ഞാൻ അവനോട് എന്ത് ചോദിക്കാനാ? എമിലി, ആ 10 തലയുള്ള റോബോട്ട് എവിടെയാ? ഇവൻ ഇപ്പോഴാണോ വന്നത്? എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. നല്ല കാര്യം, ആ സമയത്ത് റോബോബോയ് വന്നു. ആ സമയത്ത് എനിക്ക് ദേഷ്യം വന്നിരുന്നെങ്കിൽ ഞാൻ ആ 10 തലയുള്ള റോബോട്ടിനെ തകർത്ത് തരിപ്പണമാക്കുമായിരുന്നു. ഓ, അടുത്ത പ്രാവശ്യം അപകടം വരുമ്പോഴേ ഞാൻ റോബോബോയ്ക്ക് പകരം നിന്നെ വിളിച്ചേക്കാം. എടാ കള്ള ടിംബക്ടു, നീ എങ്ങോട്ടാണ് ഓടുന്നത്? നിനക്ക് ഞാനൊരു സർപ്രൈസ് വെച്ചിട്ടുണ്ട്. വേണ്ട വേണ്ട, എന്നെ വിട്ടേക്ക്. വീർ, താങ്ക് യു. നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു വീർ. നീ ആ ലിസാർഡ് മാനെ ഇവിടെ അടിച്ചു ഓടിച്ചില്ലേ? പക്ഷെ ഒരു ചാറ്റ് കഴിക്കുന്ന ലിസാർഡും നമ്മുടെ സിറ്റിയിൽ കറങ്ങുന്നുണ്ട് മോനെ. എന്നാൽ അത് തീർച്ചയായിട്ടും ചിണ്ടു ആയിരിക്കും അപ്പൂപ്പ. വാ എമിലി, നമുക്ക് അവനെ ഒന്ന് പോയി കണ്ടിട്ട് വരാം. എനിക്കറിയാം, അത് ചിണ്ടു ആണ്. അവൻ ചാട്ടു കഴിക്കാൻ പോയതായിരിക്കും. ഞാൻ ഈ ലിസാർഡിന്റെ രൂപത്തിൽ എന്താ ചെയ്യുന്നേ? വീർ, ഇവിടെ വലിയൊരു ലിസാർഡ് ഉണ്ടായിരുന്നു, അറിയാമോ? ഞാൻ അവനെ ഇവിടുന്ന് അടിച്ചു ഓടിച്ചു വിട്ടു. ഞാനും ഒരു ലിസാർഡിനെ അടിച്ച് ഓടിച്ചിട്ടുണ്ട്. പക്ഷെ വേറൊരു ലിസാർഡ് ഉണ്ട്, ഓരോ ചാട്ടുകടയിലും പോയി ചാട്ട് കഴിക്കുന്ന ലിസാർഡ്.